ഓം പ്രഹ്ലാദവരദായ നമഃ. നമ്മൾ എന്തെങ്കിലുമൊക്കെ മഹാരാഷ്ട്രയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മുംബൈയിൽ പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ എപ്പോഴും എല്ലാ വാഹനങ്ങളുടെ പിറകിലും ഒരു മഹാനെ കാണാറുണ്ട്, ഒരു മഹാഗുരുവിനെ. ശ്രീ സമർത്ഥ് അക്കൽക്കോട്ട് സ്വാമി എന്നും പറയും. അതായത് ഏത് സ്ഥലത്ത് പോയിക്കൊള്ളൂ, ഏത് ബിസിനസ് സ്ഥാപനങ്ങളിൽ പോയിക്കൊള്ളൂ, ഏത് കടകളിൽ പോയിക്കൊള്ളൂ, ഏത് വാഹനങ്ങളുടെ പിറകിൽ നോക്കിക്കൊള്ളൂ, ഈ മഹാൻ അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ മഹാരാഷ്ട്രയിലുള്ള ആളുകൾ വിശ്വസിക്കുന്നതും ആരാധിക്കുന്നതുമായ ഈ മഹാഗുരുവിൻ്റെ കഥ അത്ഭുതമാണ്. ദത്താത്രേയൻ്റെ അവതാരമാണെന്ന് നമ്മൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു ഗുരുവാണ്. നമ്മൾക്കിപ്പോൾ സായിബാബയുടെ കാര്യത്തിൽ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല, കാരണം സായിബാബ അതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടില്ല. ഇവിടെയും അതുതന്നെയാണ് അവസ്ഥയെങ്കിലും ഏകദേശം പലതരത്തിലുള്ള അടയാളങ്ങൾ നമ്മൾക്ക് അക്കൽക്കോട്ട് സ്വാമിയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ഭക്തരിപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ദത്താത്രേയൻ്റെ അവതാരമായിട്ടുള്ള ശ്രീമദ് നരസിംഹ സരസ്വതിയുടെ സമാധി രൂപമാണ്, അല്ലെങ്കിൽ സമാധിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് അക്കൽക്കോട്ട് സ്വാമി എന്ന പേര് കിട്ടിയതെന്ന്. അതായത് ഇത് ശ്രീമദ് നരസിംഹ സരസ്വതി തന്നെയാണ്, ദത്താത്രേയൻ്റെ അവതാരമായിട്ടുള്ള ശ്രീമദ് നരസിംഹ സരസ്വതി. അദ്ദേഹം എവിടെ ജനിച്ചു, ആർക്ക് ജനിച്ചു, അദ്ദേഹം ജീവിതത്തിൽ ഏതൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് എല്ലാം നമ്മൾക്കറിയാം. അദ്ദേഹം സമാധിയിൽ പ്രവേശിക്കാൻ ഒരു കാര്യമുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ആദ്യം മനസ്സിലാക്കാം. ശ്രീ നരസിംഹ സരസ്വതി, ശ്രീമദ് നരസിംഹ സരസ്വതി, അദ്ദേഹം ജനിച്ചത് 2 ബ്രാഹ്മണ ദമ്പതിമാർക്കാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് മാധവ, അമ്മയുടെ പേര് അല്ലെങ്കിൽ മാതാവിൻ്റെ പേര് എന്ന് പറയുന്നത് അംബ ഭവാനി എന്നായിരുന്നു. 2 പേരും വളരെയധികം ഭക്തരായിട്ടുള്ള, വളരെയധികം വിശ്വാസമുള്ള 2 ദമ്പതിമാരാണ്. ആ ദമ്പതിമാർക്കാണ് ശ്രീമദ് നരസിംഹ സരസ്വതിയായി അക്കൽക്കോട്ട് സ്വാമി ജനിക്കുന്നത്. ആ സമയം മുതൽ തന്നെ, ജനിച്ച ആ സമയം മുതൽ തന്നെ അദ്ദേഹത്തിന് സംസാരിക്കാൻ ശേഷിയുണ്ടായിരുന്ന കാലം മുതൽ 7 വയസ്സ് വരെ ഓം എന്ന് മാത്രമേ, അതായത് പ്രണവം മാത്രമേ അദ്ദേഹം നാവുകൊണ്ട് ഉച്ചരിച്ചിട്ടുള്ളൂ. സദാസമയവും ഓം 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 എന്ന് മാത്രമേ ഉച്ചരിച്ചിട്ടുള്ളൂ. പ്രണവം മാത്രം, അകാരം ഉകാരം മകാരമായി നിൽക്കുന്ന ആ ബ്രഹ്മത്തിൻ്റെ സ്വരൂപത്തെയാണ് അദ്ദേഹം 7 വയസ്സ് വരെ പിന്തുടർന്നത്. അതിനുശേഷമാണ് പലതരത്തിലുള്ള ആത്മീയ വിചാരങ്ങളും ഒരുപാട് പേർക്ക് അത്ഭുതങ്ങൾ കാട്ടിക്കൊടുക്കുന്നതും സംസാരിക്കാനും ഒക്കെ തുടങ്ങുന്നത് 7 വയസ്സിന് ശേഷമാണ്. അതിനു മുൻപ് ഒന്നും സംസാരിച്ചിട്ടില്ല. ഓം എന്ന ആ പ്രണവം മാത്രമേ നാവിൽ ഉച്ചരിച്ചിട്ടുള്ളൂ 7 വയസ്സ് വരെ. അതിനുശേഷം അത്ഭുതങ്ങളായിരുന്നു ജീവിതത്തിൽ നടന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്ന അക്കൽക്കോട്ട് സ്വാമിയെക്കുറിച്ചായതുകൊണ്ട്, എങ്ങനെയാണ് ശ്രീമദ് നരസിംഹ സരസ്വതി അക്കൽക്കോട്ട് സ്വാമിയായി മാറിയത് എന്ന് മനസ്സിലാക്കാം. അദ്ദേഹത്തിന് സന്യാസം കിട്ടിയതിന് ശേഷമുള്ള നാമമാണ് ശ്രീമദ് നരസിംഹ സരസ്വതി എന്നുള്ളത്. ഇദ്ദേഹത്തിന് സന്യാസ ദീക്ഷ കൊടുത്ത ആ ഗുരുവിൻ്റെ പേര് ശ്രീകൃഷ്ണ സരസ്വതി എന്നാണ്. ശ്രീകൃഷ്ണ സരസ്വതിയുടെ കയ്യിൽ നിന്നും സന്യാസ ദീക്ഷ ഏറ്റുവാങ്ങിയതിനു ശേഷം സ്വന്തം നാമം നരസിംഹ സരസ്വതി എന്നായി മാറി ആ സന്യാസ നാമത്തിലേക്ക് വന്നതിന് ശേഷമാണ് അദ്ദേഹം പലതരത്തിലുള്ള അത്ഭുതങ്ങളും വലിയ രീതിയിൽ കാണിക്കാൻ തുടങ്ങുന്നതും. പല സ്ഥലങ്ങളിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്, ചൈന പോലുള്ള പല രാജ്യങ്ങളിലേക്ക് പോലും അദ്ദേഹത്തിൻ്റെ ആത്മീയ ഊർജം കൊണ്ട് അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള അത്ഭുതങ്ങൾ പലയിടങ്ങളിലും കാട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുന്നതിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തി എന്ന് പറയുന്നത് വാനോളം ഉയരുകയും ഇദ്ദേഹത്തിനെ കാണാൻ ഭക്തജന തിരക്കുണ്ടാകുകയും ചെയ്തു. അതിൽ ഒരു മഹാനായ മുസ്ലിം ഭരണാധികാരി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു രോഗാവസ്ഥ കൊണ്ട് പീഡിതനായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു മഹാസിദ്ധപുരുഷൻ ഞങ്ങളുടെ നാട്ടിലുമുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലുമുണ്ട് എന്നറിഞ്ഞ് ഇദ്ദേഹത്തെ കാണാൻ വരികയാണ്. അങ്ങനെ ആ മുസ്ലിം ചക്രവർത്തി അല്ലെങ്കിൽ ആ മുസ്ലിം ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ സങ്കടം വരികയും നിമിഷ നേരം കൊണ്ട് തന്നെ ആ സങ്കടം, അതായത് ആ രോഗത്തെ പൂർണ്ണമായി മാറ്റുകയും ചെയ്തു ശ്രീമദ് നരസിംഹ സരസ്വതി. അപ്പോൾ ശ്രീമദ് നരസിംഹ സരസ്വതിക്ക് ഒരു കാര്യം മനസ്സിലാകുകയാണ്, ഇങ്ങനെ പോയാൽ ഞാൻ വളരെയധികം ആളുകളിലേക്ക് എത്തിച്ചേരും, അങ്ങനെ ഒരുപാട് പേർ എൻ്റെ അടുത്തേക്ക് വരും, അത് എൻ്റെ ആത്മീയ ക്രിയകൾക്കും തപസ്സിനും ഒരു വിലങ്ങുതടി ആയിരിക്കുമെന്നുള്ള ബോധ്യം കൊണ്ട് ശ്രീമദ് നരസിംഹ സരസ്വതി എന്ന ഈ മഹാപുരുഷൻ, ഈ ഗുരു എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ, അദ്ദേഹം ഹിമാലയത്തിനടുത്തുള്ള ഒരു വനത്തിൽ പ്രവേശിക്കുകയും അവിടെ ദേവദാരു മരത്തിന് കീഴെ സമാധിയിലേക്ക് പ്രവേശിക്കുകയും ഉണ്ടായി. അങ്ങനെ നീണ്ട 300 വർഷം ഏകാന്തവാസം, സമാധി. അതായത് സമാധിയിൽ 300 വർഷം ഇരിക്കാൻ പ്രധാന കാരണമെന്ന് പറയുന്നത്, അദ്ദേഹത്തെ തേടി ഒരുപാട് ആളുകൾ വരികയാണ്.
അത് അദ്ദേഹത്തിൻ്റെ തപസ്സിനൊരു ഭംഗം വരുത്തും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മീയ ക്രിയകൾക്കൊരു ഭംഗം വരുത്തും എന്നുള്ളത് കൊണ്ട് എല്ലാവരിൽ നിന്നും അകന്ന് ഹിമാലയത്തിനടുത്തുള്ളൊരു വനത്തിൽ പ്രവേശിച്ച് അവിടെ തപസ്സിൽ നിമഗ്നനായിരിക്കുമ്പോഴാണ് ഒരു മരം വെട്ടുകാരൻ ആ വനത്തിൽ പ്രവേശിക്കുകയും ഒരു മരച്ചില്ല അദ്ദേഹം വെട്ടുന്നതിനിടയിൽ വളരെ യാദൃശികമായി അക്കൽക്കോട്ട് സ്വാമിയുടെ ദേഹത്ത് വന്ന് പതിക്കുകയും ചെയ്തു. അപ്പോൾ ശ്രീമദ് നരസിംഹ സരസ്വതി സമാധിയിൽ പ്രവേശിച്ചു. പിന്നീട് ഈ മരം വെട്ടുകാരൻ ഇദ്ദേഹത്തെ കാണുമ്പോൾ ഇദ്ദേഹം ആരാണ് എന്നറിയില്ല, എവിടെ നിന്ന് വന്നു എന്നറിയില്ല, ഒന്നും പറയുന്നതുമില്ല. എന്താണെങ്കിലും ആ തപസ്സിൽ നിന്ന് പുറത്തു വന്ന ആ മഹാപുരുഷൻ പിന്നീട് എങ്ങനെയാണ് അക്കൽക്കോട്ട് സ്വാമിയായി മാറിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അക്കൽക്കോട്ട് എന്ന മഹാരാഷ്ട്രയിലെ ആ പ്രദേശത്ത് 22 നീണ്ട വർഷം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള തപസ്സുകളിലൂടെ, പലതരത്തിലുള്ള ആത്മീയ പ്രഭാഷണങ്ങളിലൂടെ അദ്ദേഹം എന്നും ഭക്തരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന മഹാപുരുഷനാണ്. ഇതിലേറ്റവും നമ്മൾ എടുത്തു പറയേണ്ട കാര്യം അത്ഭുതങ്ങളുടെ ഒരു അഴിച്ചുവിടൽ തന്നെ അദ്ദേഹം അവിടെ സൃഷ്ടിക്കുകയും അങ്ങനെ ഒരുപാട് ഭക്തന്മാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും അവർ വളരെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ അക്കൽക്കോട്ടിലെ സ്വാമി, അക്കൽക്കോട്ട് സ്വാമി എന്ന് വിളിച്ചു തുടങ്ങുകയുമാണ് ചെയ്തത്. ഇത് വളരെ ഔട്ട്ലൈനായിട്ട് ഞാൻ പറയുകയാണ്. അതായത് മൊത്തം എല്ലാ കഥയും, ഒരുപാട് കഥ ഞാൻ ഇതിൽ പറയാതെ വിട്ടിട്ടുണ്ട്. കാര്യം നമ്മൾ ആദ്യമായി കേൾക്കുന്നൊരു മഹാനായതുകൊണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കി വരാൻ ഇത്തിരി പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആരാണ് എന്ന് പറഞ്ഞത്. ദത്താത്രേയൻ്റെ അവതാരമാണ്, വളരെ വലിയ യോഗി പുരുഷനാണ്. അതുപോലെ തന്നെ ഷിരഡി സായിബാബയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഫലം ലഭിച്ചു എന്ന് പറഞ്ഞു. പലതരത്തിൽ ആത്മീയമായി, ഭൗതികമായൊക്കെ പലർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അവരവരുടെ പ്രയത്നത്തിനനുസരിച്ച് അവരവർക്ക് ഫലം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ശ്രീ രാഘവേന്ദ്ര സ്വാമി ആയിക്കൊള്ളട്ടെ, ശ്രീ സായിബാബ ആയിക്കൊള്ളട്ടെ, ഈ 2 മഹാപുരുഷന്മാരെക്കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് അവരുടെ അത്ഭുത പ്രവർത്തികൾക്ക് വേണ്ടിയാണെങ്കിൽ, അതേ തലത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അത്രത്തോളം അത്ഭുതം കൊണ്ട് ജീവിതത്തെ മാറ്റാൻ സാധിക്കുന്ന മറ്റൊരു ഗുരുവിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അക്കൽക്കോട്ട് സ്വാമി എന്ന സ്വാമി സമർത്ഥ്. അപ്പോൾ സ്വാമി സമർത്ഥ് അക്കൽക്കോട്ട് സ്വാമിയെ ശിരസാൽ നമിക്കുന്നു. പല അത്ഭുതങ്ങളും കാട്ടിയ ഈ മഹാഗുരുവിൻ്റെ മന്ത്രങ്ങളും അത്ഭുതങ്ങളുമായി നമ്മൾ ഇനിയും പലതരത്തിലുള്ള വീഡിയോ ചെയ്യും. ഇന്ന് ഒരാഗ്രഹമുണ്ടായിരുന്നു. മഹാരാഷ്ട്രയിൽ ഒരുപാട് പേർ എന്തുകൊണ്ടാണ് ഈ മഹാനെ ആരാധിക്കുന്നത്? എവിടെ നോക്കിയാലും, ഒരു ഓട്ടോറിക്ഷയിൽ നോക്കിയാലും, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നോക്കിയാലും, എവിടെ നോക്കിയാലും, അല്ലെങ്കിൽ ഞങ്ങൾ താമസിച്ചിരുന്ന ബിൽഡിങ്ങിൽ പോലും അക്കൽക്കോട്ട് സ്വാമിയുടെ ഫോട്ടോയായിരുന്നു വെച്ചിരുന്നത്. എന്തുകൊണ്ടാണ് മഹാരാഷ്ട്രയിലുള്ള ആളുകൾ ഇത്രത്തോളം ഭക്തി ആദരവോടെ ഈ മഹാപുരുഷനെ ആരാധിക്കുന്നത് എന്ന് പലരോടും ചോദിക്കുമ്പോൾ അവർക്കെല്ലാം പറയാനുള്ളത് കണ്ണ് നനയിക്കുന്ന അത്ഭുത കാര്യങ്ങൾ തന്നെയായിരുന്നു. അങ്ങനെ ഒരു മഹാനെ നമ്മളും അറിയാതെ പോകരുത് എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അക്കൽക്കോട്ട് സ്വാമിയുടെ യഥാർത്ഥ ചിത്രമാണ്. അത് കോഡക് എന്ന കമ്പനി അക്കൽക്കോട്ട് സ്വാമിയുടെ അനുവാദം വാങ്ങിയതിനു ശേഷം ആദ്യമായി എടുത്ത ചിത്രമാണ്. ഈ ചിത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്കത് കുറച്ച് കോൺട്രവേഴ്സി ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാര്യം പലരും പറയുന്നത് ആദ്യമായി എടുത്ത മഹാൻ്റെ ഫോട്ടോ കോട്ടക് കമ്പനി എടുത്ത ഈ അക്കൽക്കോട്ട് സ്വാമിയുടെ ഫോട്ടോയാണെന്ന് പലരും പറയുന്നു. അതിന് ഒരുപാട് തരത്തിലുള്ള കോൺട്രവേഴ്സീസ് ഉണ്ട്. നമ്മളതിന് പിന്നാലെ പോകണ്ട. എന്തൊക്കെയാണെങ്കിലും അക്കൽക്കോട്ട് സ്വാമി, പിന്നെ വേറൊരു കാര്യം, അതും കോൺട്രവേഴ്സിയാണ്. പലരും പറയാറുണ്ട്, അല്ലെങ്കിൽ പല ഭക്തരും വിശ്വസിക്കുന്നത് ശ്രീ രാമകൃഷ്ണ പരമഹംസരുടെ ഗുരുവായിരുന്നു, ശ്രീ ഷിരഡി സായിബാബയുടെ ഗുരുവായിരുന്നു അക്കൽക്കോട്ട് സ്വാമി എന്നൊക്കെ പലരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ എത്രത്തോളം വിശ്വാസയോഗ്യമാണ്, അല്ലെങ്കിൽ അത് എത്രത്തോളം പ്രാമാണികമാണ് എന്ന് നമ്മൾക്ക് ഇപ്പോഴും ഒരു സംശയമുണ്ട്. അതുകൊണ്ട് അതിലേക്കൊന്നും കിടക്കണം. എന്താണെങ്കിലും ഭക്തൻ്റെ കൂടെ എന്നും ഞാൻ നിലനിൽക്കുമെന്ന് പറഞ്ഞ മഹാശക്തിവത്തായിട്ടുള്ളൊരു ആത്മീയ തേജസ്സാണ്, ആത്മീയ ചൈതന്യമാണ്, മഹാഗുരുവാണ് അക്കൽക്കോട്ട് സ്വാമി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അക്കൽക്കോട്ട് സ്വാമിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റ് മുഖേന എന്നെ അറിയിക്കുകയാണെങ്കിൽ ഞാൻ ഇനിയും അക്കൽക്കോട്ട് സ്വാമിയെക്കുറിച്ച് കൂടുതൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓം പ്രഹ്ലാദ വരദായ നമഃ.